നമ്മള് ഇപ്പൊ പെഡൽ ബോട്ടിങ്ങിന് വന്നേക്കണേണ്. ഞങ്ങളുടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചവിട്ടാൻ നല്ലത്. അയ്യോ വെള്ളം ഉള്ളിലോട്ട് ഇങ്ങനെ ആ മനപ്പൂർവ്വം വരാഞ്ഞല്ല ഇടക്കൊന്ന് വൈകിട്ട് പോയി എന്റെ പണിയായിട്ട്. രാവിലെ നമ്മൾ ചൂണ്ടിടാൻ പോകുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ തന്നെ അപ്പനും മോളും നല്ല ഹാപ്പി ആൻഡ് എനർജറ്റിക് ആണ്. ഈ എനർജിയുടെ പിന്നിൽ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ സന്തോഷ ഒരുക്കങ്ങളുമാണ് ഈ കാണുന്നത്. യാത്ര എങ്ങോട്ടാണെന്നും അതിൻ്റെ വിശേഷങ്ങളും പിന്നീട് പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു യാത്ര പോവാണേ. അപ്പം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറായില ഒരു റിസോർട്ടിലേക്കാണ്. ബ്രാക്കിഷ് കായൽ റിസോർട്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മുടെ യാത്ര ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ വളഞ്ഞമ്പലം എത്തി. അപ്പോൾ ഇനി നമുക്ക് അതിനു മുമ്പ് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോൾ ലേറ്റായി. ലേറ്റായി അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു വിശപ്പായിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇടയിൽ നിന്ന് എവിടെന്നെങ്കിലും ലഞ്ച് കഴിക്കണം. നമുക്ക് 2 മണിക്കാണ് അവിടെ ചെക്കിനുള്ളത്. ഒരു 1 hour എടുക്കുമായിരിക്കും നമ്മൾ അവിടെ എത്താൻ. അപ്പം നമുക്ക് ഇനി ഇടയിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ കാണാം. നമ്മൾ എവിടെ പോവാ പൊന്നാ? കളിക്കാൻ പോവാണോ? വെള്ളത്തിൽ കളിക്കാൻ പോവാണോ? ഇതൊക്കെ അടിച്ചു കളിക്കാം അല്ലേ? അപ്പോൾ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്മ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് മാക്സിമം കാര്യമായിട്ട് വിശപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആകെ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചു. ഞാൻ ആദ്യം അന്ന ബേബിക്ക് കൊടുത്തു, അതിനുശേഷം ഞാൻ കഴിച്ചു. കൂട്ടത്തിൽ ഞങ്ങളൊരു ലൈം ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ലൈം ജ്യൂസ് അവൾ നല്ലോണം കുടിച്ചു. എന്നിട്ട് അതിനുശേഷമുള്ള അവളുടെ യമ്മി പറച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിനുശേഷം ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. അപ്പം നമ്മുടെ റിസോർട്ട് എത്താറായി. റിസോർട്ടിൻ്റെ ബോർഡാണ് നിങ്ങൾ കണ്ടത്. എത്താറായി. നമ്മൾ ഇപ്പൊ കാണുന്നത് റിസോർട്ടിന്റെ ഗേറ്റ് ആണ്. റിസോർട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഒരു ഗ്രീനറി, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ ഈ ടൗണിൽ നിന്നുള്ള തിരക്കുകൾക്കും ഇടയിൽ ഭയങ്കര ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ലഗേജൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. വെൽക്കം ടു അവർ റൂം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റൂം. നമ്മൾ ബുക്ക് ചെയ്തത് എക്സിക്യൂട്ടീവ് റൂമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂം പ്ലസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതാണ് നമുക്കുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ബെഡുണ്ട്, പിന്നെ നമുക്ക് TV ഉണ്ട്, പിന്നെ അതിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു കെറ്റിലും ഒരു ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ, 2 കപ്സ്, 2 ഗ്ലാസ്, ടീ പൗഡർ, ടീയുടെ ഒരു അവിടെ വന്നിട്ട് നമുക്കൊരു മിനി ഫ്രിഡ്ജ് അവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഈ ഒരു അലമാരയുണ്ട്. എന്നിട്ട് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മിറർ. പിന്നെ നമുക്ക് ബാത്റൂം കാണാം.
എല്ലാം ഇവിടെ ഭയങ്കര നീറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കിയാലോ. നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോ കാണുന്ന വ്യൂ ഇതാണേ. ഹന്ന ബേബി അമ്മാമ്മയും കൂടെ ഒരു വാക്ക് കഴിഞ്ഞിട്ട് വരികയാണ്. അവര് ഇവിടേക്ക് ചുറ്റി നടന്ന് കാണാൻ. നമ്മുടെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഞങ്ങൾ റൂമിൽ ചെന്ന് ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ട് വാക്കിന് പോയി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞൊരു 4 മണി ആ ടൈമൊക്കെ ആയപ്പോഴാണ് പിന്നീട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ കിടന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാലുകളുണ്ട്. കുറെ ഒരു ടയറിന്റെ ഒരു ഊഞ്ഞാലുണ്ട്. അന്ന ബേബിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ അതിലൊക്കെ ഇരുന്ന് ആടുമായിരുന്നു. ഞങ്ങളെല്ലാവരും മാറി മാറിയൊക്കെ ആടി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനും അന്ന ബേബിയും കൂടി ഒരുമിച്ച് കിടന്ന് ആടുന്നതാണിത്. ഗൈസ് ഹന്ന ബേബിക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ കിടന്നിങ്ങനെ ആടുമ്പോ എന്ത് തോന്നുന്നു? നല്ല സുഖം തോന്നുന്നു. ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് നമ്മള് റിസോർട്ടിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങള് നടന്ന് കാണാൻ പോയി. അപ്പോൾ ഈ ഒരു ഇത് കാണുന്നത് ഈ റിസോർട്ടുകാരുടെ മെയിൻ കെട്ടാണ്. ഇതിന് ചുറ്റുമാണ് റിസോർട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് ഏരിയ ഇങ്ങനെ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കാണുവാണ് അതെല്ലാം. അപ്പൊ ഇവരുടെ ആക്ടിവിറ്റീസിൽ നമുക്ക് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ഇവർ സൈക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും സൈക്കിളൊക്കെ ചവിട്ടി നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല ടൈലൊക്കെ ഇട്ട് നല്ലൊരു ഏരിയ. പിന്നെ അവിടെ ഒരു ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവർ നമുക്ക് ചായയും സ്നാക്സും തന്നു. സ്നാക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഇലയുടെ ആയിരുന്നു.
അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് അവരിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ 4 പേരും കൂടെ പെഡൽ ബോട്ടിങ്ങിലാണ് കയറിയത്. നമ്മള് ഇപ്പൊ പെഡൽ ബോട്ടിങ്ങിന് വന്നേക്കണേണ്. ഞങ്ങള് 3 പേരും പിന്നെ ഹന്നാപ്പി ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചവിട്ടാൻ നല്ല രസമുണ്ട്. നമ്മള് സാധാരണ ഇങ്ങനെ പെഡൽ ബോട്ടിങ് സ്ഥലത്തൊക്കെ പോകുമ്പോഴേക്കും ഫുള്ള് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാം. പതിയെ നല്ല കാം അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാന്ന്. ഇവിടെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതിന് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വിളിച്ചോ. അമ്മ പറയുമ്പോഴാണ് തിരിക്കേണ്ടത്. ഡ്രൈവർ സ്ട്രൈറ്റ് ഓടിക്കൂ, സ്ട്രൈറ്റ് പിടിക്കൂ. നമ്മുടെ ഇന്നത്തെ മെയിൻ ഡ്രൈവർ സ്ട്രാങ്ക് ഹന്നാപ്പി. എവിടെ ഡ്രൈവർ? ഡ്രൈവർ അങ്ങോട്ടാണ്. പെഡൽ ബോട്ട് എവിടെ ഡ്രൈവർ? റൈറ്റിലോട്ട് തിരിക്കൂ ഡ്രൈവർ. ഡ്രൈവർ കൃത്യമായിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചിരിക്കുകയാണ്. സ്ട്രൈറ്റ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട്. സ്ട്രൈറ്റ് ഇങ്ങനെ അടിക്കേ. സ്ട്രൈറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ആക്ക്. അങ്ങനെ സ്ട്രൈറ്റ്. സൂപ്പർ, നല്ല വ്യൂ. ഇറങ്ങിയ നമ്മള് ചെയ്ത്. ഡ്രൈവർ എങ്ങനെയുണ്ട്? കൊള്ളാവോ? യെസ്, നമ്മൾ അങ്ങോട്ട് പോവാൻ പോവാണേ. അയ്യോ, ഉള്ളിലോട്ട് ബാക്കിലോട്ടോ. കൊള്ളാമോ? എങ്ങനെ? സൂപ്പർ. അങ്ങനെ കുറച്ചു നേരം പെഡൽ ബോട്ടിങ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കയറി. അടുത്ത ആക്ടിവിറ്റി നമ്മൾ ട്രൈ ചെയ്തത് കയാക്കിംഗ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ കയാക്കിംഗ് ബോട്ടിലേക്ക് കയറുന്നത്, എങ്ങനെയാണ് തുഴയേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ